ഹായ്, ഇത് നമ്മൾ തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ വീട്. ഉമ്മറത്ത് നിൽക്കുന്നത് തോമസ് ഏട്ടനും അമ്മ കേട്ടോ. അതെന്താ ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 3D എലിവേഷൻ, അതായത് ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഏകദേശം ആ ഒരു രീതിയിൽ ഈ വീട് ഇപ്പോൾ ആയിട്ടുണ്ട്. ഡ്രസ് വർക്കിൽ നമ്മൾ എലിവേഷനിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആ രണ്ടാമത്തെ ലെയറിൽ. അത് ഞാൻ അതിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് അവിടെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ താഴത്ത് കാണുന്ന വർക്ക് നമുക്ക് എലിവേഷൻ ഉണ്ടാക്കാനും ആ ഡിസൈന് വരുത്താനൊക്കെ സിമ്പിളായിട്ട് സാധിക്കും. പക്ഷെ നമുക്കത് സൈറ്റിൽ അത് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് ക്ഷമ വേണം. അതേപോലെ തന്നെ ടൈം എടുക്കുന്ന ജോലിയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം സിമെൻറ്റിൽ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം കൊത്തിയെടുത്തിട്ടുള്ള വർക്കാണ്. അതായത് ജഗതീൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം കൈപ്പണിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾക്ക് അതിൻ്റേതായ സമയവും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിടി എന്ന് പറഞ്ഞിട്ടൊന്നും ഇങ്ങനത്തെ ഒരു വർക്കുകൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ വർക്കുകളൊക്കെ ചെയ്യാൻ പണിക്കാർക്ക് മാത്രം ക്ഷമ ഉണ്ടായിട്ട് കാര്യമില്ല, ആ വീട് വെക്കണ ക്ലയൻറ്റിനും നല്ല ക്ഷമ വേണം. കാരണം ഡിസൈൻ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വർക്കുകൾ ചെയ്യണമെങ്കിൽ ഒരിക്കലും സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. നല്ലവണ്ണം സമയമെടുത്ത് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാ പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീടിൻ്റെ എലിവേഷൻ തോമസ് ഏട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു രീതിയിൽ, അതായത് ആളെ ജീവിതത്തിൽ ആൾ മൂന്നാമത്തെ നാലാമത്തെ വീടാണ് വെക്കണത്. ഇനിയൊരു വീട് ആൾ വെക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു വീട് വെക്കുമ്പോൾ അത് ആളിഷ്ടത്തിനാവാൻ വേണ്ടിയിട്ട് ആൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് അതിനുള്ള ക്ഷമയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യണൊരു വർക്കാണ് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടില്ലേ, ഈ ഒരു വർക്കിലാണ് എനിക്ക് തോമസ് ഏട്ടനോട് അതിയായ സന്തോഷം തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തോമസ് ഏട്ടൻ ഇപ്പോൾ ഫ്രണ്ടിൽ ചെയ്ത ആ ഡിസൈനിനേക്കാളൊക്കെ ഏറ്റവും നമ്പർ 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. നമ്മൾ ഈ വീട് പ്ലാസ്റ്ററിങ് ചെയ്യണില്ല, ഔട്ട് സൈഡ് കംപ്ലീറ്റ് ക്ലാഡിങ് ടൈലാണ് ഒട്ടിക്കണത്. അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ചിന്ത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ, പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ നുണയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വീട് പ്ലാസ്റ്ററിങ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ വീടുകൾ ചെയ്യണ സമയത്ത് ഒരുവിധം എല്ലാ ആൾക്കാരും ആദ്യം കല്ലിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യും. പ്ലാസ്റ്ററിങ് ചെയ്തതിൽ അതിന് ശേഷം അവരൊന്നുമില്ലെങ്കിൽ ടെസ്റ്റർ വർക്കിൽ ഈ ഒരു ഡിസൈൻ കൊണ്ടുവരും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നോർമലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരു വീട് പ്ലാസ്റ്ററിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ 2 കോട്ട് പുട്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിൽ എമർഷൻ പെയിൻറ്റൊക്കെ എല്ലാം അടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസേൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വരും. അതിനുള്ളൊരു ഡ്രോബാക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് പിന്നെ ഒരു 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ കഴിയണ സമയത്ത് നിങ്ങൾ വീണ്ടും അതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിക്കേണ്ടി വരും. അതായത് 1 ടൈമിൽ ഇപ്പോൾ ആൾ ചെയ്ത പോലെ നമ്മളൊരു ടൈൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട്, അതായത് ഒരു മനുഷ്യായുസ്സിൽ പിന്നെ ആ ഒരു വീടിൻ്റെ മുകളിൽ പെയിൻറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മളതിലേക്ക് പൈസ ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്ന ഡോറ്, ഞാനിത് വീട് പണി തുടങ്ങുന്ന സമയത്തേ പറഞ്ഞായിരുന്നു, ഈ ഒരു ഡോറെന്ന് പറഞ്ഞാൽ 180 ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് സൈസ് വരുന്നത്. ഈ ഒരു ഡോറ് തോമസ് ഏട്ടന് നമ്മളെ ഈ കോട്ടയം മോനുപ്പള്ളി ആ ഭാഗത്തു നിന്നാണ് ഈ ഡോറ് മേടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരുവിധം ക്ലയൻസൊക്കെ ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഡോറ് മേടിക്കാറ്. ഈ ഒരു ഡോറ് ഇത്രയും വലിയ ഓപ്പണിങ്ങും ഇത്രയും സൗകര്യമായിട്ട്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ വീടിൻ്റെ ഇപ്പോൾ ആ കയറി ചെല്ലുന്ന ഒരു സ്പേസ് മൊത്തമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഡോറ് തുറന്ന് വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ഡോറ് കാണുമ്പോൾ വിചാരിക്കും, ഹെവി, നല്ല ഒരുപാട് പൈസ കൊടുത്ത് ഇതാക്കിയതാണെന്ന്. അത് പൈസ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, ഇങ്ങനത്തെ ഡോറ് വെച്ച ഒരുവിധ ആൾക്കാർക്കൊക്കെ ഒരു 50,000 60,000 റുപ്യൊക്കെ ചിലവായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഡോറിന് നമ്മൾക്കായത് 75,000 രൂപയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇതേ രീതിയിൽ തന്നെ കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു ഡൈനിങ് ഹാള്, അതേപോലെ സ്റ്റെയർ കേസ് ഏരിയ, ഈ ഒരു ഏരിയയിലൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ഇതേ ക്ലാഡിങ് ടൈൽ തന്നെ ഒട്ടിച്ചിരിക്കുന്നത്. അതും 2.10 ഹൈറ്റിൽ. ഈ വീട് 12 അടിയാണ് ഹൈറ്റ്. നിങ്ങൾ ആ ബാക്കി ബാലൻസ് കാണുന്ന ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ നമ്മൾ ജിപ്സം പൊട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണേലും നല്ല ബെനിഫിറ്റ് തന്നെ കേട്ടോ. കാരണം നിങ്ങളെ വീട്ടിൽ ഓരോ ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു 5 വർഷം കൂടുമ്പോൾ നിങ്ങളെ വീട് ഫ്രഷായിട്ട് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീട് പെയിൻറ്റ് അടിച്ചേ മതിയാവുള്ളൂ. ഈ ഒരു വീടിൻ്റെ കാര്യം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഈ ഒരു ടൈലിൻ്റെ മുകളിൽ നമുക്കൊരു വാർണിഷ് മാത്രമേ അടിക്കാവുള്ളൂ. ആ വാർണിഷ് അടിക്കണമെന്ന് നിർബന്ധമല്ല, അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഗ്ലോസി ആയിട്ട് ഇത് തെളിഞ്ഞ് നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതിപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ വീഡിയോ ആണ്, ഉള്ളിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടൈൽ ഒട്ടിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ നല്ല വീടൊക്കെ വയ്ക്കും, അതിൻ്റെ മുകളിൽ നല്ല പെയിൻ്റ് അടിക്കും,
കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുകളിൽ വരച്ചിട്ടും കുറിച്ചിട്ടും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈകളൊക്കെ തട്ടിയിട്ട് അവിടെയൊക്കെ കംപ്ലീറ്റ് ചളി കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇങ്ങനെ ഒരു ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു വൺ ടൈം എക്സ്പെൻസ് തന്നെ. അതിപ്പോൾ ഈ കളർ ആയിക്കോളണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളെ വീടിന് മാച്ച് ആവണത്. ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ വീടായ കാരണം കൊണ്ട് ഈ ഒരു കളറാണ് ഇതിൻ്റെ എലിവേഷനിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇങ്ങോട്ട് ഹാളിലേക്കും കൂടി എടുത്തു എന്നേ ഉള്ളൂ. അത് ഓരോ വീടിന് അനുസരിച്ചിട്ട് അതിൻ്റെ കളറും ഡിസൈനുകളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, കാരണം വീടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വട്ടം പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അവനെ മരിക്കുന്ന വരെ അതുമെന്ന് ഒരു രൂപ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചിലവാക്കണ പൈസ പ്രോപ്പറായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലെ ഇനി ഈ ഒരു വീട്ടിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഇതിൻ്റെ ഒരു ആവശ്യം വരില്ല. കാരണം 2.10 എന്ന് പറഞ്ഞാൽ ഏകദേശം 7 അടിയോളമായി. ആ 7 അടി ഹൈറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും ചളിയാക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാണുന്ന കളറ് നമുക്ക് പ്രൈമർ അടിച്ചിട്ട് വൈറ്റാക്കി നിർത്താം. അതല്ലെങ്കിൽ ഇൻറ്റീരിയറിലൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ ഏതെങ്കിലും കളർ എടുക്കാം. പക്ഷേ വൺ ടൈം മാത്രം അടിച്ചാൽ മതി. ഇതിൻ്റെ കിച്ചണാണ് ഈ കാണുന്നത്. കിച്ചണിൽ കംപ്ലീറ്റ്, അതായത് 2.10 ഹൈറ്റ് വരെ നമ്മൾ ക്ലാഡിങ് ടൈല് അല്ലെങ്കിൽ വാൾ ടൈല് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയകളിലൊന്നും ഇനിയൊരു അഡീഷണൽ വർക്ക് ഈ ഒരു വീടിൻ്റെ താമസത്തിന് ശേഷം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൈസ കണ്ടെത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, നമ്മളെ എല്ലാ വീടുകളും ഇതേപോലെ ഓരോ അപ്ഡേറ്റുകളൊന്നും കാണിക്കാറില്ലല്ലോ. അതായത് നമ്മൾ സാധാരണ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇടാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ട്രക്ചർ വർക്കുകൾ മാത്രമാണ് ചെയ്യണത്. അങ്ങനെ എല്ലാ വീടുകളും കാണിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആകെ കാസർഗോഡ് ജില്ല മാത്രമേ ഒഴിവുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ വീട് വെച്ചു കൊടുത്ത ക്ലയൻസ്, ഇപ്പോൾ തോമസ് ചേട്ടനെ നിങ്ങൾ കണ്ടില്ലേ, ഈ തോമസ് ചേട്ടൻ ഈ വീട്ടിൽ ഓരോ എലമെൻസും, അതായത് അതാത് ദിവസത്തെ വൈകുന്നേരം എന്തൊക്കെ അപ്ഡേറ്റ് ആയി എന്നുള്ളത്, ഇപ്പോൾ സാധാരണ എൻ്റെ ഒരു കമ്പനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, എൻ്റെ വർക്കേഴ്സ് അയച്ചു തരുന്നത്. അന്ന പോലെ ക്ലയൻറ്റ് എനിക്ക് ഓരോ വീഡിയോസും അമ്മൂന് അയച്ചു കൊടുത്ത് അത് ഞങ്ങൾ നോക്കി ഞങ്ങളോട് സജഷൻ ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ് തോമസ് ചേട്ടൻ. അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ സമയം ഉണ്ടാക്കിയിട്ടാണ് തോമസ് ചേട്ടൻ്റെ സൈറ്റിൽ പോണത്. അതായത് ഞങ്ങൾ ഓരോ സൈറ്റിലും ഞങ്ങളെ വർക്ക് സൈറ്റിൽ പോണ സമയത്ത് ഞങ്ങളൊരു സമയം കണ്ടെത്തി തോമസ് ചേട്ടനെ ഞങ്ങൾ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോവുകയാണ്. അങ്ങനെ എല്ലാ ക്ലയൻസൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഓരോ ഡീറ്റെയിൽ വർക്കിങ്ങിലും നമ്മളോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഓരോ വീടുകൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്കത് എത്രയും നന്നാക്കി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമല്ലേ നമുക്ക് പോയിട്ട് എല്ലാ ഡീറ്റെയിലും വീഡിയോസും എടുക്കാൻ പറ്റുള്ളൂ. അവരങ്ങനെ വിളിക്കണത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ വർക്കുകൾ ചെയ്യണ സമയത്ത് നമ്മളെയും കൂടി അഭിപ്രായങ്ങളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടും കൂടി കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സ്റ്റേജിലായി, ഇനി നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടായിരിക്കും. അങ്ങനെ അവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ചെയ്ത വീട് എത്രയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ അവരങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ നല്ല സജഷൻസുകളൊക്കെ നമ്മളതിന് ഓക്കെയും പറയും, എൻ്റെ അഭിപ്രായങ്ങളും അതിൽ ഇൻപുട്ട് എടുക്കാം. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഈ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട് കഴിയുന്നവരെ അത് വെച്ച കോൺട്രാക്ടർ, കാരണം നമ്മളിത് വെക്കണ സമയത്ത് ഒരു പ്ലാനിങ്ങിലാവുമല്ലോ ഇതെല്ലാം വെക്കുക. അതതിൻ്റെ ഫൈനൽ സ്റ്റേജിലും കൂടി അതുപോലെ വന്നാലേ ഉള്ളൂ അതിനൊരു ഉപകാരം ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ എലിവേഷനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ ചേഞ്ചസ് വന്നത്. അതായത് ഇതിൽ എലിവേഷനിൽ കാണിച്ചിരിക്കുന്നത് ഇത് കറക്റ്റ് നടുക്ക്, അതായത് സിറ്റ് ഔട്ടിൻ്റെ അതേ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ റൂഫ്. പക്ഷേ അത് തോമസ് ചേട്ടനും കൂടി ചോദിച്ചു, ഇതിങ്ങനെ ഫുള്ളാക്കി ചെയ്യുമ്പോൾ ഒന്നും കൂടി, അതായത് ഈ കാണുന്ന ടോട്ടൽ ഏരിയ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇവിടെ ഡ്രസ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എലിവേഷനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയപ്പോൾ എന്തായി, നല്ല അടിപൊളി ഒരു അപ്സ്റ്റെയറിൽ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് അവർക്ക് കിട്ടിയത്. ഇപ്പോൾ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇതേപോലെ ഫുള്ള് ഭിത്തികളൊന്നും ചിലപ്പോൾ ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചോളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവനവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലും ഈ ഒരു രീതിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട് ലൈഫ് ലോങ് ആയിട്ട് നല്ലൊരു വെൽ മെയിൻ്റനൻസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതായത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഇതേ രീതിയിലോ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള ടൈൽസുകളോ വെച്ചിട്ട് ക്ലാഡിങ് ടൈൽ ഒട്ടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പെയിൻറ്റിങ് കാര്യങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാലും വീടിനൊരു ഫ്രഷ്നെസ് എപ്പോഴും നിലനിർത്താൻ സാധിക്കും. ഈ ഒരു ക്ലാഡിങ് ടൈൽ ഒട്ടിക്കലും നിങ്ങൾക്ക് സാധാരണ കല്ലിലോ അല്ലെങ്കിൽ ഏത് കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. കോൺക്രീറ്റിൽ ഭിത്തി നിർമ്മിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്റ്റായിട്ട് ഈ ഒരു ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മളെ
ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഓപ്പൺ ടെറസാണ് ഈ കാണുന്നത്. ഇത് എലിവേഷന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഇതേപോലെ ഈ ഒരു ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ വീട് ചൂടുണ്ടോയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇത് വന്ന് കാണാം. തൃശ്ശൂർ പുഴയ്ക്കലാണ് ഈ ഒരു വീട് വരുന്നത്. നിങ്ങൾ നോർമൽ രീതിയിൽ വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വീടിൻ്റെ ഉള്ളിലത്തെ ചൂട് കമ്മിയാവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെറ്റൽ റൂഫ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ വീട്ടിലത്തെ ചൂട് കമ്മിയാവുക. ചൂട് വരുന്നത് എല്ലാ സമയത്തും മെയിൻ സ്ലാബിൻ്റെ മുകളിൽ നിന്നാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് വീടിൻ്റെ ചുമരിൽ നിന്ന് കോൺക്രീറ്റ് ആയിക്കഴിഞ്ഞാൽ ചൂട് വരും എന്നുള്ളത്.